താമരശ്ശേരിയിൽ ഇന്നലെ വൈകിട്ട് വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ അതിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യം ജീവിതം വഴിമുട്ടിച്ചപ്പോഴാണ് ഒരു നിവൃത്തിയുമില്ലാതെ സമരത്തിനിറങ്ങിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. സമാധാനപരമായി സമരം ചെയ്യാനാണ് പോയത്. പോലീസ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കണ്ണീർ വാതകം പ്രയോഗിച്ചു. അതാണ് സംഘർഷത്തിന് കാരണമായത്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും എന്ത് വന്നാലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ വലിയ ജനകീയ പ്രക്ഷോഭം നടന്ന താമരശ്ശേരി കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനോട് ചേർന്നാണ് ഇരുതുള്ളി പുഴ ഒഴുകുന്നത്. ഈ പുഴയിലേക്ക് വലിയ തോതിലുള്ള മലിനജലം ഈ ഫാക്ടറിയിൽ നിന്നും ഒഴുക്കി വിടുന്നുവെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഒപ്പം തന്നെയാണ് ഈ ഇരുതുള്ളി പുഴയോട് ചേർന്ന് നിൽക്കുന്നത് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്താണ്. ഈ ഫാക്ടറിയുടെ ഏറ്റവും കൂടുതലുള്ള ദുരിതം അനുഭവിക്കുന്ന ഇവിടെയുള്ള ജനങ്ങളാണ്. അവർ പറയുന്നത് ഈ വെള്ളം മലിനമാക്കുന്നതിനൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണവും വ്യാപകമാണ് എന്നുള്ളത് തന്നെയാണ്. മാലിന്യം പുഴയിലേക്ക് ഒന്നായിട്ട് ഒഴുകി വിടുന്നത് അത് വേറെ മണം. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ബാപ്പയും ഉമ്മയും രണ്ടാൾ ഓക്സിജൻ വെച്ചിട്ടാണ് കിടക്കുന്നത്. ഈ സ്ഥാപനം പൊങ്ങി വരുന്നവരെ, ഈ സ്മെല്ല് വരുന്നവരെ ഞങ്ങളവരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു സ്ഥാപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ആരോടെങ്കിലും അനുവാദം ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് ഒപ്പുവാങ്ങുകയോ അതൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ അന്തരീക്ഷം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഈ സ്മെല്ല് നമുക്ക് എവിടേക്കെങ്കിലും ഒന്ന് പോയി ഒളിക്കാനൊക്കെ തോന്നാം. അത്രക്ക് സായി കെട്ടിട്ട് പോയതാണ് സമരത്തിന്. അതിൽ പോലീസുകാരടുത്ത് തന്നെയാണ് പ്രകോപനം ഉണ്ടായെന്നാ പറയുന്നത്. അവര് കുട്ടികളെയൊക്കെ നേരെ ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ അത്ര ഭക്ഷണം അടിച്ചു പോയി. ഞങ്ങൾ ഒന്നാം കഴിയൂല, മൂട്ട് നോക്കാനിരിക്കുക. മുക്കിൽക്കങ്ങോണ്ട് കട്ടിയിലാ വരിക. നല്ല മണം. അതിട്ട് അന്തി കിടക്കുന്നിടത്തൊക്കെ മണത്തിട്ട് പിന്നെ ഇതാക്കണ്ടിന്നൊക്കെ എണീച്ചിട്ടിരിക്കുക. എനിക്ക് 3 കുട്ടികളാണ്. മൂന്നാമത്തെ കുട്ടിക്ക് ഇപ്പം 4 മാസമായിട്ടുള്ളൂ. 4 മാസത്തിൽ ഒരു ദിവസം പോലും എൻ്റെ പുതിയ കുട്ടിക്ക് നല്ല ശുദ്ധമായി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് ഇനി മാറി താമസിക്കുക എന്നുള്ള ഇതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പരിഹാരങ്ങളൊന്നും അതിനില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളവിടെ പോയി സമരത്തിന് വണ്ടി തടയാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അപ്പോഴാണ് ഈ പോലീസുകാർ ഓല് തന്നെയാണ് ഇത് ചെയ്തത്. ഈ പുക ചെയ്തവർ കൂടി എല്ലാവരെയും കണ്ണിലേക്കും മൂക്കിലേക്കും എല്ലാം കൂടിയും മുളകുംപൊടി കലക്കി പറഞ്ഞാൽ എങ്ങനെയുണ്ട്, നമ്മളെ മുഖത്തൊക്കെ പറഞ്ഞാൽ എങ്ങനെയുണ്ട്, അതേ ആദ്യമായി പോയി. അതിൽ ബോധം കെട്ട് വിൽക്കുന്നോല് ബോധം കെട്ട് വിൽക്കുക, പിന്നെ തലറിഞ്ഞോല് അലറിഞ്ഞു വിൽക്കുക, പിന്നെ പല അവസ്ഥയായിട്ട് കൊണ്ടുപോകുക, ആംബുലൻസ് വരിക കൊണ്ടുപോകുക. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് ഇന്നലെ സമരത്തിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത സഫിയ നമ്മോട് വ്യക്തമാക്കുന്നത്. ടി കെ ജോമിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.